അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് നന്നാവുണ്ടെന്ന് പറഞ്ഞു, അതിന് എല്ലാവർക്കും നന്ദി. ഇന്നലെ നമ്മൾ രാത്രി ഒരു ഞണ്ടിനെ പിടിച്ചല്ലോ. ഇന്ന് രാവിലെയും അതിൻ്റെ ബാക്കി അതിൻ്റെ കോഴിക്കോടിലൊക്കെ അതിലുണ്ട്. അപ്പോൾ വന്ന് നോക്കുകയാണ്. സാധനമൊക്കെ ഉണ്ടല്ലേ, സാധനം ഉണ്ട്. രാത്രി നമ്മൾ കോഴിക്കോടിലും കോഴീൻ്റെ കാല് തലയൊക്കെ കൂടെ ഒരു വലയിൽ കിട്ടിയാൽ നമ്മൾ ഇതിനുള്ളിൽ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് വലിച്ചു നോക്കുകയാണ്. ഞണ്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ്. ഇല്ല, ഇതിലേതോ സൈസ് ഞണ്ട് കയറിയിട്ടേ നല്ല പണി. ഇവിടെ ഇത്ര വലിയൊരു ഓട്ട ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുമാർ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ കാലുള്ള ഞണ്ടാണ്. പക്ഷേ അവസാനം കുറേ നേരം വൈകിപ്പോയി ഞാൻ എടുക്കാനേ. അപ്പോൾ ഇതിലൂടെ ഇറങ്ങിപ്പോയിണ്ടാവും. രാവിലെ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അടുത്ത വെള്ളംവേലി കഴിഞ്ഞ് രാത്രി ഒന്നും കൂടെ വന്ന് നോക്കാൻ തീരുമാനിച്ച് അതിൽ നമുക്കൊരു ഞണ്ടിനെ കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ നോക്കാൻ മറന്നു പറ്റും. ഞണ്ടെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലോ അപ്പോൾ മനസ്സിലാവില്ലല്ലോ എന്തെങ്കിലും ഉണ്ടോ. ഒരുത്തം കേട്ടോ, അത് കിടക്കുന്നുണ്ടല്ലേ, കാണണ്ടെങ്കിൽ അല്ലേ കാലി. ഏകദേശം നല്ല ഇരുടാണ്. അതിൻ്റെ അപ്പുറത്ത് പന്നിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പരിപാടി അയച്ചാണ്ടേ പോട്ടെ. ബക്കറ്റ് എടുത്ത് നന്നായിട്ടല്ലേ. നമ്മളിവിടെ രാത്രി പോണ സമയത്ത് ചിലപ്പോൾ ആ അപ്പുറത്തുനിന്നുള്ള ഇരുട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ചെറിയ അനക്കങ്ങളും സൗണ്ടുകളൊക്കെ കേൾക്കും. വല്ല പന്നിയോ എന്തെങ്കിലും കാട്ടുപൂച്ചയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും മനസ്സിലിട്ടാ. കുഴപ്പമില്ല. അയ്യോ, ഓക്കെ. സോ ലെറ്റ്സ് ഗോ ബോയ്സ്. അത്യാവശ്യം ഡേഞ്ചറാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകട്ടാ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പകൽ സമയത്താണ് ഞാനും മോളും കൂടെ വന്നത്. ഇതിൽ നമുക്ക് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ഞണ്ടിനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഞണ്ടാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാല് കണ്ടില്ലെങ്കിൽ ഇതിലെ വീഡിയോയിൽ അത്ര സൈസ് കാണിക്കണ്ടാവില്ല. പക്ഷേ ഒരു ബക്കറ്റിൽ ഫുള്ള് അടിഭാഗം ഫുള്ള് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഞണ്ടാണ്. അതുപോലെ കാലൊക്കെ നല്ല സൈസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായത്.